ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ മാർച്ച് 8 മഹാശിവരാത്രിയാണ്. വലിയ പ്രത്യേകതയുള്ള ശിവരാത്രിയാണ് അന്നത്തെ ദിവസം. കാരണം ത്രയോദശിയും ചതുർദശി തിഥിയും കൂടി ചേർന്ന് വരുന്ന വലിയ വിശേഷമായ മംഗളകരമായ രാത്രിയാണ് അന്നത്തെ ദിവസം വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ വലിയ ഫലങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. പ്രദോഷം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ മാസവും ത്രയോദശി തിഥിയിലാണ് നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നത്. ശിവഭഗവാന്റെ മഹാദേവന് വളരെ വളരെ പ്രത്യേകതയുള്ള, അദ്ദേഹത്തിന് വലിയ സന്തോഷമുള്ള, സകല ദേവീദേവന്മാർക്കും വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് പ്രദോഷമെന്ന് പറയുന്നത്. അപ്പോൾ 8 സന്ധ്യയ്ക്ക് പ്രദോഷമാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തെ സന്ധ്യാസമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഭഗവാന്റെ രൂപം നടരാജ രൂപത്തിലാണ് അന്ന് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. രാത്രിയിൽ ചതുർദശി തിഥി തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അത് മംഗളകരമായ രാത്രിയാണ്, ശിവരാത്രിയാണ്. അപ്പോൾ രാത്രി ഉറങ്ങാതെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വലിയ ഫലസിദ്ധിയാണ് നമുക്ക് തരാൻ പോകുന്നത്. ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്ന ദിവസമായതുകൊണ്ട് അതിവിശിഷ്ടമായ ദിനമാണ്. മറക്കാതെ വ്രതത്തോടു കൂടി ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി മഹാശിവരാത്രി വ്രതകഥ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പ്രദോഷത്തിൻ്റെ കഥ പഠിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ പറയാം. അതായത് പാലാഴി മഥനം നടക്കുന്ന സമയത്ത് മന്ദരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുകയാണ്. അങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വാസുകിക്ക് ക്ഷീണം വരികയും ഛർദ്ദിക്കാൻ വരികയും ചെയ്യുന്നു. അങ്ങനെ വാസുകിയുടെ കണ്ണൊക്കെ പുറത്തേക്ക് തുറിച്ചു. എന്നിട്ട് ഛർദ്ദിക്കാനായിട്ടുള്ള ആ ഒരു ഭാവത്തിലേക്ക് വാസുകി പോയി. ആ സമയത്ത് തന്നെ അങ്ങനൊരു ഭാവം വന്നപ്പോൾ തന്നെ സകല ദേവീദേവന്മാർക്കും യക്ഷന്മാർക്കും കിന്നരന്മാർക്കും ഗന്ധർവന്മാർക്കും അസുരന്മാർക്കും ഭൂമിയിലുള്ള മനുഷ്യർക്കും സന്യാസിമാർക്കും ഒക്കെ എന്ത് സംഭവിക്കുന്നു? ശ്വാസം മുട്ടാൻ തുടങ്ങി. അപ്പോൾ കാളകൂട വിഷം താഴേക്ക് പതിച്ചാൽ എന്താണ് അവസ്ഥ? ത്രിലോകങ്ങളും നശിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ സംജാതമാകുന്നു എന്ന് കണ്ടിട്ട് ദേവന്മാരെല്ലാവരും കൂടെ ആരെ സമീപിക്കുന്നു? ശ്രീഹരി വിഷ്ണു ഉൾപ്പെടെ ഉള്ള ദേവന്മാരെ സമീപിക്കുന്നു? ഭഗവാൻ മഹാദേവനെ സമീപിക്കുന്നു. അങ്ങനെ മഹാദേവൻ ഈ വലിയ വിപത്തിൽ നിന്നും ത്രിലോകങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തൻ്റെ കൈക്കൊമ്പിളിലേക്ക് ആ വിഷം ഏറ്റുവാങ്ങുകയാണ്. ഇത് താഴേക്ക് ഒഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം ഈ വിഷത്തെ കുടിക്കുന്നു. അത് കണ്ടിട്ട് ഭഗവാൻ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതി ദേവി ഭഗവാന്റെ കഴുത്തിൽ മുറുകെ പിടിക്കുന്നു. ആ സമയത്താണ് ആ വിഷം ആ കഴുത്തിൽ ഉറച്ചു പോവുകയും അങ്ങനെ ഭഗവാന് നീലകണ്ഠൻ അല്ലെങ്കിൽ വിഷഖണ്ഡൻ എന്ന പേര് ലഭിക്കുന്നത്. അതിനുശേഷം ഭഗവാൻ ഒരു ആലസ്യത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് ഭയങ്കര ക്ഷീണം വരുന്നു. അങ്ങനെ ദേവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ആ സമയത്ത് അന്നത്തെ ദിവസമെന്ന് പറയുന്നത് ചതുർദശി തിഥിയാണ്. ആ ചതുർദശി തിഥിയിൽ സകല ദേവീദേവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും മനുഷ്യരും അതുപോലെ തന്നെ സന്യാസിമാരും എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നു. വ്രതമെടുത്ത് രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഭഗവാൻ ഒന്നും സംഭവിക്കരുത്. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ച ആ ദിവസമാണ് മംഗളകരമായ രാത്രി, മഹാശിവരാത്രി. അതിനുശേഷം ഭഗവാൻ ഉണരുന്നു. ഉണർന്നതിന് ശേഷം അദ്ദേഹം ആനന്ദ നടനമാടിയെന്നാണ് പറയുന്നത്. അങ്ങനെ ആനന്ദ നടനം ആടിയ ആ ദിവസമാണ് നമ്മൾ പ്രദോഷമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പം ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വരുന്നു ഇത്തവണ. പ്രദോഷം ആദ്യം വരുന്നു, ചതുർദശി തിഥി രണ്ടാമത് വരുന്നു, ശിവരാത്രി വരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വരുന്നത് കൊണ്ട് തന്നെ വലിയ വിശേഷമാണ്. അതാണ് ശിവരാത്രിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു വ്രതകഥ. മറ്റൊരു വ്രതകഥ വേറെ ഒന്നും കൂടെ പറയുന്നുണ്ട്. അതായത് അതും നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഭഗവാൻ ജ്യോതിർലിംഗ രൂപത്തിൽ ശ്രീഹരി വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ശിവരാത്രി എന്നും അന്നേ ദിവസം വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കണമെന്ന് ഭഗവാൻ നിർദ്ദേശിച്ചുവെന്നുമാണ് പറയുന്നത്. കാരണം ശിവൻ്റെ ആ രൂപം ആ ജ്യോതിർലിംഗ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇതിൻ്റെ അവസാനവും അതുപോലെ തന്നെ ആദ്യവും കണ്ടെത്താൻ വേണ്ടി ഇവർ രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് സഞ്ചരിച്ചുവെന്നും ബ്രഹ്മാവ് കള്ളം പറഞ്ഞുവെന്നും കണ്ടെത്തിയെന്ന് കള്ളം പറഞ്ഞുവെന്നും മഹാവിഷ്ണു കണ്ടില്ലെന്ന് പറഞ്ഞെന്നും ഒക്കെ ഉള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം അവരുടെ മുമ്പിൽ ഭഗവാൻ തൻ്റെ ജ്യോതിർലിംഗ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മഹാദേവൻ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടെന്നും അതിനുശേഷം അന്നത്തെ ദിവസം ആ രാത്രിയിലാണ്, ഒരു ചതുർദശി തിഥി രാത്രിയിലാണ് ഭഗവാൻ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ
ആ രൂപത്തിൽ, അതുകൊണ്ടാണ് ശിവലിംഗ രൂപത്തിൽ നമ്മൾ രാത്രിയിൽ ആരാധിക്കുന്നത്. പ്രദോഷ ദിവസം സന്ധ്യയ്ക്ക് നമ്മൾ നടരാജ രൂപത്തിൽ ആചരിക്കുമ്പോൾ, ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ രാത്രിയിൽ ശിവലിംഗ രൂപത്തിൽ, ജ്യോതിർലിംഗ രൂപത്തിലാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രദോഷ ദിവസം സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ നടരാജ രൂപത്തെയും, അതിനുശേഷം നമ്മൾ രാത്രിയിലുള്ള പ്രാർത്ഥന ശിവലിംഗ രൂപത്തെയുമാണ്, ജ്യോതിർലിംഗ രൂപത്തെയുമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഭഗവാനാണ് പറഞ്ഞത്, അന്നത്തെ ദിവസം രാത്രിയിൽ ഭഗവാനെ ലിംഗരൂപത്തിൽ പ്രാർത്ഥിച്ചാൽ വലിയ ഫലസിദ്ധിയാണ് നമുക്ക് കൈവരിക്കാൻ പോകുന്നതെന്ന് ഭഗവാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ 2 കഥകളും ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇതാണ് 2 ഐതിഹ്യങ്ങളായിട്ട് പറയുന്നത്. എന്തുതന്നെയായാലും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ശിവരാത്രി ദിവസം നമ്മൾ അന്നത്തെ ദിവസം രാവിലെ ഏകാദശി നമ്മൾ പാരണ വീടണം. പാരണ വീടേണ്ടുന്ന സമയം ഞാൻ വീഡിയോ ഇടാം. അത് എല്ലാവരും കുറിച്ച് വെച്ചിട്ട്, എല്ലാ സ്ഥലങ്ങളിലെയും വീഡിയോ ഇടാം, കുറിച്ച് വെച്ചിട്ട് ആ സമയം തന്നെ പാരണ വീടുക. പാരണ വീടുമ്പോൾ സാധാരണ ചിലരൊക്കെ അരിയും മലരും ഒക്കെ ഇട്ട് വെള്ളം കുടിക്കും. ഇത്തവണ അങ്ങനെ ചെയ്യണ്ട. തുളസി തീർത്ഥം മാത്രം കുടിച്ചിട്ട് നിങ്ങൾ പാരണ വീടിയാൽ മതി. കാരണം പിറ്റേ ദിവസം, അന്നത്തെ ദിവസം എന്ന് പറയുന്നത് പ്രദോഷ ദിവസമാണ്. പ്രദോഷ ദിവസം നമ്മൾ സന്ധ്യ കഴിഞ്ഞിട്ടാണ് അരിഭക്ഷണം കഴിക്കുന്നത്. അത് പ്രത്യേകം ഓർക്കുക. പാരണ വീടുമ്പോൾ അരിയോ അല്ലെങ്കിൽ ഈ അതുപോലെ മലരോ ഇട്ടിട്ടുള്ള വെള്ളം കുടിച്ച് പാരണ വീടണ്ട. തുളസി തീർത്ഥം കുടിച്ച് പാരണ വീടുക, അതാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ വെറും ജലം അല്ലെങ്കിൽ തീർത്ഥം കുടിച്ച് പാരണ വീടിയാൽ മതി. സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ വ്രതത്തിൽ തന്നെ ശുദ്ധാഹാരത്തിലിരിക്കുക. സന്ധ്യയ്ക്ക് ശേഷം, അതായത് മഹാശിവരാത്രി സന്ധ്യയ്ക്ക് ശേഷം, അത് പ്രദോഷവും കഴിയുമല്ലോ, പ്രദോഷം കഴിഞ്ഞതിന് ശേഷം സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ പച്ചരിച്ചോറ് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നതോ അതല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ടോ നമ്മൾ മോരും അതുപോലെ തന്നെ ഉള്ളി ചേർക്കാത്ത ചമ്മന്തിയും ചേർത്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് പഴയ അച്ചാറൊന്നും കൂട്ടി കഴിക്കേണ്ട. അത് പുതുതായിട്ട് നമ്മളൊരു ചമ്മന്തി അരച്ചിട്ട് മോരുമൊക്കെ കൂട്ടി കഴിക്കാം. ഉള്ളി ചേർക്കരുത്. അതിനുശേഷം നമുക്ക് രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കാം. ഉപവസിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഉപവസിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ക്ഷീണമുണ്ടാകും. രാത്രി മുഴുവൻ നമ്മൾ ഉറക്കവളച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസവും നമ്മൾ സന്ധ്യയ്ക്ക് ശേഷം, പിറ്റേ ദിവസത്തെ അതായത് 9-ാം തീയതിയിൽ സന്ധ്യയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ വിളക്ക് കത്തിച്ച് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. പിന്നെ 9-ാം തീയതി രാവിലെ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. പിന്നീട് നമുക്ക് സാധാരണ ഭക്ഷണം കഴിക്കുന്നത് പോലെ കഴിക്കാം. പക്ഷേ ഉള്ളി വെളുത്തുള്ളി ഉപയോഗിക്കാതിരിക്കുന്നതും നോൺ വെജ് ഉപയോഗിക്കാതിരിക്കുകയും വേണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഉള്ളി വെളുത്തുള്ളി നമ്മൾ പറയുന്നത് രജസ സ്വഭാവമുള്ള ഭക്ഷണങ്ങളാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളത് വേണ്ടാന്ന് പറയുന്നത്. അത് ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാനില്ല. അത് ഉപയോഗിക്കാതിരിക്കുക, അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ഉറങ്ങാം. അതാണ്. അപ്പോൾ പിറ്റേ ദിവസവും പകൽ നമ്മൾ ഉറങ്ങാതിരിക്കണം. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം, അതായത് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ എണ്ണ വെക്കാതെ കുളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എണ്ണ വെച്ച് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ വെക്കണ്ട എന്ന് പറയുന്നത്. കാരണം വ്രത ദിവസം നമ്മൾ എണ്ണ വെച്ച് കുളിച്ചാൽ ഉറക്കം, പണ്ടത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, ഇപ്പോഴത്തെ കൂട്ടല്ലല്ലോ, നിറയെ എണ്ണ തലയിൽ പൊത്തി വെച്ചിട്ടൊക്കെ ആയിരിക്കും കുളിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഷാമ്പൂ ഇട്ടൊന്നും പഴയ കാലത്തെ ആളുകൾ കഴുകി കളയുന്നില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരും, എണ്ണയൊക്കെ നിറച്ച് തലയിൽ തേച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഉറങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അസുഖം ഉള്ളവർ, അവർക്ക് ഉറങ്ങണം, അവർ ഉറങ്ങാതിരിക്കരുത്. കാരണം ഉറങ്ങാതിരുന്നിട്ട് അവർക്ക് അസുഖമൊന്നും വരുത്തി വെക്കരുത്. അവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ശുദ്ധാഹാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുക, അതാണ് അവർ ചെയ്യേണ്ടത്. അല്ലാതെ വ്രതമാണ് എന്ന് കരുതി ആവശ്യമില്ലാത്ത സ്ട്രെയിനൊന്നും എടുക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ വ്രതകഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാരണ വീടുമ്പോൾ ഇത്തവണ 2 വ്രതങ്ങളും എടുക്കുന്ന ആളുകൾ അരിയും അല്ലെങ്കിൽ മലരുമൊന്നും ഇട്ട് വെള്ളം കൊണ്ട് പാരണ വീടണ്ട. തുളസി തീർത്ഥം കുടിച്ച് പാരണ വീടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നമ്മുടെ പാരണ വീടേണ്ടുന്ന സമയം അടുത്ത ദിവസം ഞാനിടാം. ഏകാദശിയുടെ പാരണ വീടേണ്ടുന്ന സമയവും അടുത്ത വീഡിയോ ആയിട്ടിടാം. അതെല്ലാവരും കേൾക്കുക, അതനുസരിച്ചിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഭഗവത്ഗീതയുടെ ക്ലാസ്, മുമ്പത്തെ ക്ലാസ്സൊക്കെ എല്ലാവരും പോയി കേൾക്കണം. ഭഗവത്ഗീത പഠിക്കണം, അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. പരമാവധി സമയം ജപിക്കുക, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദിവ്യമായ ആ മന്ത്രം ജപിക്കുക. എത്രത്തോളം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം ജപിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ.